ഓം ഗണപതയേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം അയോധ്യാകാന്ഡത്തിലെ 92-ാം സർഗമാണ്. കഴിഞ്ഞ സർഗം അവസാനിക്കുമ്പോൾ ഭരതനും കൂട്ടരും ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ തങ്ങിയ വിവരം നമ്മൾ മനസ്സിലാക്കി. മുനി അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഭരതൻ അടുത്ത യാത്ര പോകേണ്ട വിവരങ്ങളെപ്പറ്റി പറയുന്നതിന് മുനിയെ സമീപിച്ചു. അപ്പോൾ കഴിഞ്ഞുപോയ രാത്രി ഭവാന് സുഖമായിരുന്നുവോ? കൂടുള്ളവർക്കും പൂർണ്ണ തൃപ്തി ഉണ്ടോ എന്നീ കാര്യങ്ങൾ ഭരദ്വാജ മുനി ചോദിച്ചു. അപ്പോൾ ഭരതൻ പറഞ്ഞു, ഭഗവാൻ, രാത്രി ഞാൻ സുഖമായി വസിച്ചു. എൻ്റെ കൂടെയുള്ളവരും ചൂടും തളർച്ചയും തീർത്ത് സംതൃപ്തരാണ്. കൂടാതെ അങ്ങ് സമൃദ്ധമായ ഭക്ഷണം നൽകുകയും ചെയ്തതിൽ അവർ വളരെ സന്തോഷവാന്മാരുമാണ്. ജ്യേഷ്ഠനെ കാണാൻ പുറപ്പെട്ട എനിക്ക് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്കുള്ള വഴിയും എത്രമാത്രം ദൂരമുണ്ട് എന്നുള്ള വിവരങ്ങളും പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് ഭരതൻ പറഞ്ഞതിന് മറുപടിയായി മുനി പറഞ്ഞു, വിജനവനത്തിലൂടെ 3.5 യോജന പോയാൽ ഗുഹകളോടും മനോഹര വനത്തോടും കൂടിയ ചിത്രകൂടാദ്രി കാണപ്പെടും. ഉത്തരപാർശ്വത്തിൽ പൂത്ത മരങ്ങളോടുകൂടിയ കാനന തീരമുള്ള മന്ദാകിനി നദി ഒഴുകുന്നുണ്ട്. മന്ദാകിനിക്ക് അപ്പുറം ചിത്രകൂട പർവ്വതം കാണപ്പെടുന്നു. അവിടെ അവർ പർണകുടീരത്തിൽ വസിക്കുകയാണ്. അതുകൊണ്ട് ദക്ഷിണ മാർഗത്തിലൂടെ തെക്ക് പടിഞ്ഞാറോട്ട് നീങ്ങിയാൽ രാഘവനെ കണ്ടെത്താൻ സാധിക്കും. യാത്രയ്ക്ക് സമയമായി എന്ന് മനസ്സിലാക്കിയ മഹാരാജാവിൻ്റെ ഭക്തന്മാർ മുനിശ്രേഷ്ഠൻ്റെ ചുറ്റുമായിട്ട് വന്നു നിന്നു. കൃശഗാത്രിയും വിറയ്ക്കുന്നവളുമായ കൗസല്യ പരിധീനയായി സുമിത്രയോടുകൂടി മുനിവര്യൻ്റെ പാദം തൊട്ട് വന്ദിക്കുകയുണ്ടായി. സർവ്വലോകത്തിൻ്റെയും എതിർപ്പിന് പാത്രമായ കൈകേയി നാണം പൂണ്ടവളായി മുനിവരൻ്റെ കാൽ തൊട്ട് വണങ്ങി. അപ്പോൾ മാതാക്കൾ ആരൊക്കെ, അവരുടെ വിശേഷങ്ങൾ എന്നിവ അറിയാനുള്ള ആഗ്രഹം മുനി ഭരതനോട് പറഞ്ഞതിന് മറുപടിയായി ഭരതൻ പറഞ്ഞു, ശോകം കൊണ്ടും ഉപവാസം കൊണ്ടും ക്ഷീണിച്ചിരിക്കുന്നവളായി ഈ നിൽക്കുന്നത് എൻ്റെ പിതാവിൻ്റെ പട്ട മഹിഷിയും സിംഹവിക്രമനും പുരുഷ ശ്രേഷ്ഠനുമായ രാമന് അതിഥീദേവി ഉപേന്ദ്രൻ എന്ന പോലെ ജന്മം നൽകിയവളുമായ കൗസല്യാദേവിയാണ്. അവരുടെ ഇടത്തെ കൈ പിടിച്ചു നിൽക്കുന്നവളും പരിധീനയായി കാണപ്പെടുന്നവളുമായ രാജാവിൻ്റെ മധ്യമ പത്നിയായ സുമിത്രയാണ്. അവരുടെ 2 പുത്രന്മാരാണ് ലക്ഷ്മണ ശത്രുഘ്നന്മാർ. ആരുടെ പ്രവൃത്തി മൂലമാണോ രാമ ലക്ഷ്മണന്മാരുടെ ജീവിതം തുലഞ്ഞവരായി ഭവിച്ചതും പുത്രഹീനനായി ദശരഥൻ സ്വർഗം പൂകിയതും, ആ ക്രോധശീലയും ബുദ്ധിക്ക് പക്വതയില്ലാത്തവളും ഗർവിഷ്ഠയും സൗന്ദര്യാഭിമാനിയും ഐശ്വര്യ കൊലിപൂണ്ടവളും ദുഷ്ടയുമായ കൈകേയി എൻ്റെ അമ്മയാണ് എന്നറിഞ്ഞാൽ, അവൾ മൂലമാണ് എനിക്ക് ഈ മഹാവ്യസനം വന്നുപെട്ടത് എന്ന് ഞാൻ കാണുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ മുനി പറഞ്ഞു, ഭരത, കൈകേയിയെ വിദ്വേഷത്തോടു കൂടി കാണരുത്. രാമൻ്റെ വനവാസം ശുഭത്തിനാണ് എന്ന് മനസ്സിലാക്കണം. രാമൻ്റെ വനവാസം മൂലം ദേവന്മാർക്കും അസുരന്മാർക്കും ഋഷിമാർക്കും പുണ്യാത്മാക്കൾക്കും ഹിതകരമായതാണ് സംഭവിക്കാൻ പോകുന്നത്. ഭരതൻ മുനിയെ പ്രദക്ഷിണം ചെയ്ത് യാത്രാ വിവരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തയ്യാറാകുവാൻ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം ലഭിച്ചപ്പോഴേ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. കൗസല്യ മുതലായ സ്ത്രീകൾ രാമനെ കാണുവാനുള്ള ആകാംക്ഷയോടുകൂടി ശ്രേഷ്ഠമായ വാഹനങ്ങളിൽ അതിൻ്റെ പുറകെ നീങ്ങി. ഭരതൻ തനിക്കായി തയ്യാറാക്കിയ വാഹനത്തിൽ കയറി. ഭരതനും കൂട്ടരും ചിത്രകൂടം ലക്ഷ്യമാക്കി തെക്ക് പടിഞ്ഞാറ് ദിശയിലൂടെ സഞ്ചരിച്ചു.
അവർ മഹാരണ്യത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർഗം പൂർത്തിയാവുകയാണ്. ആ ബാക്കി വിവരങ്ങൾ നമുക്ക് അടുത്ത സർഗത്തിൽ മനസ്സിലാക്കാം. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.